ഹല്ലേലൂയ. ദാദ്ര ആൻഡ് നഗർ ഹവേലിയിലെ ഒരു ദാദ്ര ടൗണിൻ്റെ ആ സ്ട്രീറ്റിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ പോർട്ടുഗീസുകാർ പണി കഴിപ്പിച്ച ഒരു ചർച്ച് ഞാനിപ്പോൾ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഞാൻ റോഡിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ദൈവമക്കളാകുന്ന നമ്മൾ. ഞാനിവിടെ കണ്ട് പരിചയപ്പെട്ടവരോടെല്ലാം റിവൈവലിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇവിടെയെല്ലാം ഒരു വലിയ റിവൈവലിൻ്റെ ആവശ്യകതയുണ്ട്. ഉണർവ് പ്രസംഗകന്മാർ ഇവിടെ എഴുന്നേൽക്കണം. ഉണർവ് ഗർഭം ധരിച്ചവർ ഇവിടെ എഴുന്നേൽക്കണം. ഒരു സാധാരണ ശുശ്രൂഷക മേഖലയ്ക്ക്, ഒരു ശുശ്രൂഷകന്, ഒരു നോർമൽ മിനിസ്റ്റർ ചെയ്യുന്ന ഒരാൾക്ക് ദേശത്തെ വിടുവിക്കാൻ ഒക്കത്തില്ല. ദേശത്തെ വിടുവിക്കണമെങ്കിൽ അഭിഷേകം ക്യാരി ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോസ്തലന്മാർ അങ്ങനെയുള്ളവരായിരുന്നു. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് നാം പഠിച്ചാൽ ശക്തന്മാരായ അഭിഷിക്തന്മാർ, അപ്പോസ്തലന്മാർ ദേശവ്യാപകമായി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ശക്തമായി നിലനിന്നു. അവർ കാല് ചവിട്ടിയ സ്ഥലത്തെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. സത്യത്തിൽ ഒരായുസ് മുഴുവൻ ഒരു ദേശത്ത് ജീവിച്ച് തീരുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ദേശമെങ്കിലും കുറഞ്ഞപക്ഷം യേശുവിനെ കണ്ടിരിക്കണം. ഞാനിവിടെ വന്ന് ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒത്തിരി ഭാരമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് ഈ 48 വർഷം ഭൂമി ജീവിച്ചിട്ട് ഈ 48 വയസ്സ് ആയപ്പോഴാണല്ലോ ഇവിടെ ഈ യൂണിയൻ ടെറിട്ടറിയിൽ ദാദ്ര ആൻഡ് നഗർ ഹവേലിയിലേക്കൊന്ന് വരാൻ പറ്റിയത്. വിഷമമുണ്ട്. കാരണം വിസ വേണ്ട, പാസ്പോർട്ട് വേണ്ട, നമുക്ക് ജീവിതത്തിൽ പോകാൻ മനസ്സ് മാത്രം മതി. പക്ഷെ പറ്റിയില്ല, പരാജയപ്പെട്ടു. ഒത്തിരി വർഷം പുറകോട്ട് നോക്കുമ്പോൾ സുവിശേഷ വേലയിൽ പല ഏറിയാകൾ യാത്ര ചെയ്തു, പലത് ചെയ്തു, ഇതൊക്കെ സത്യമാണ്. പക്ഷേ ഇവിടേക്ക് എത്തിപ്പെട്ടില്ലല്ലോ എന്നുള്ള ഒരു ഖേദം മനസ്സിൻ്റെ അകത്ത് ബാക്കി നിൽക്കുകയാണ്. സാരമില്ല, മുമ്പോട്ടുള്ള കാലങ്ങൾ ഓടിയെടുക്കാമെന്ന് ഒരു വലിയ വിശ്വാസം നമ്മുടെ അകത്തുണ്ട്. സമയം കളയാതെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഓടുന്ന ഭക്തന്മാർക്കായി സ്തോത്രം. ഓടുകറേ, ഞാൻ ഓടുകറേ, എന്നെ യേശുവിനായി ഞാൻ ഓടുകറേ. ഞാൻ ഈ ദേശങ്ങളിലൊക്കെ ഇപ്പോൾ വന്ന് രാവിലെ ടൗണിൽ പോയി പ്രാർത്ഥിച്ചു. ഒത്തിരി ഉച്ചവരെ ഞാൻ ദൈവസന്നിധിയിൽ ഒരു പ്രെയർ റൈഡായിരുന്നു, പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഈ ദാദ്ര ആൻഡ് നഗർ ഹവേലിയിൽ റോഡ് സൈഡിൽ കൂടെ കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് പ്രാർത്ഥനയാണ്. കർത്താവ് ഈ ദേശത്തെ തൊട്ടേ മതിയാകുകയുള്ളൂ. ഇവിടെയുള്ള ജനത്തെ കർത്താവ് തൊട്ടേ മതിയാകുകയുള്ളൂ. ഇനി നാളത്തെ ദിവസം ഇവർക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണെന്ന് പറയുന്നു. പൈശാചിക മേഖലയുടെ തേർവാഴ്ച സംഭവിക്കുന്ന ഓരോ മണ്ണിലും അർത്തമീസിൻ്റെയും അപ്പോളോയുടെയും ഒക്കെ അടിത്തറ ഇളക്കിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുമായ അപ്പോസ്തലന്മാർ കടന്നു എന്നതുപോലെ ഇനി ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട കാലമല്ല. ഇനി ബുദ്ധിമാർ നിൽക്കണം. അഭിഷേകം അതിശക്തമായിട്ട് പൊങ്ങിയേ മതിയാകുകയുള്ളൂ. മന്ത്രവാദ ഗ്രന്ഥങ്ങൾ പരസ്യമായി കൂട്ടിയിട്ട് കത്തിച്ച പുക അർത്തമീസിൻ്റെ ക്ഷേത്രത്തെ തട്ടിപ്പോയി എഫെസോസിൻ്റെ ശക്തി മുഴുവൻ കെട്ടടങ്ങി അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് അവിടെ അടിസ്ഥാനം കുറിച്ചതുപോലെ ഈ ദിവസങ്ങൾ ഭയപ്പെട്ടിരിക്കേണ്ട സമയമല്ല. പിശാചിൻ്റെ തലയെ കാൽവറിയിൽ തകർത്തവൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, ആത്മാവിൽ യേശുവിന് വേണ്ടി ജനങ്ങളെ നേടുവാൻ യേശുവിൻ്റെ സ്നേഹവും കൃപയും കൃപാവരങ്ങളും അഭിഷേകവും പരിശുദ്ധാത്മാവും നമ്മുടെ മേൽ അധികമായി പകരട്ടെ. ദാദ്ര ആൻഡ് നഗർ ഹവേലിയിൽ നിന്ന് ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. ഇന്ത്യക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാലുകുത്താത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഓടിച്ചെല്ലാം. യേശു കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടാം. ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ഞാൻ ഒന്നിച്ച് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.